ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു വെറൈറ്റി പൂരി തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പൂരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ക്യാരറ്റ് പൂരി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ക്യാരറ്റ് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കുമ്പോൾ ക്യാരറ്റ് ആവശ്യത്തിന് വെന്ത് സോഫ്റ്റായി കിട്ടും. ക്യാരറ്റ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് പാനിലിട്ട് വെറുതെ ഉപ്പൊന്നും ചേർക്കാതെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്ക് വെള്ളം വറ്റിപ്പോയി പക്ഷേ ക്യാരറ്റ് വെന്തില്ല എന്ന് തോന്നിയാൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഇത്ര അളവിന് വെള്ളം ചേർക്കണം എന്നൊന്നുമില്ല. ക്യാരറ്റിൻ്റെ വേവ് പോലെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ച് നോക്കാം. നന്നായിട്ട് വെന്ത ക്യാരറ്റ് ആണെങ്കിൽ ചിലപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ നന്നായി അരഞ്ഞു കിട്ടും. പക്ഷേ അഥവാ ഇനി അരയുന്നില്ല എന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാട് ലൂസായി പോകരുത്. നല്ല തിക്കായിട്ടുള്ള, അതായത് കട്ടിയുള്ളൊരു പേസ്റ്റായിട്ട് തന്നെ വേണം. അപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല, അല്ലാതെ തന്നെ ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ റവ ചേർക്കാം. പൂരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് റവ ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ആദ്യം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയും എണ്ണയും ഗോതമ്പ് പൊടിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ക്യാരറ്റ് ചേർക്കാം. ഈ ക്യാരറ്റിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ അരയ്ക്കാനായിട്ട് വെള്ളം ചേർത്തില്ലെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്. ആദ്യം ഈ ക്യാരറ്റ് അരച്ചതും ഈ ഗോതമ്പ് മാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ മാവ് കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട്. പിന്നെ പൂരിയുടെ മാവ് ചപ്പാത്തി മാവ് പോലെ സോഫ്റ്റ് ആവരുത്, കുറച്ചും കൂടി കട്ടി ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ സാധാരണ പൂരി തയ്യാറാക്കുമ്പോഴായാലും കുറച്ച് കട്ടിയുള്ള മാവായിരിക്കണം. അപ്പോൾ ഈ ക്യാരറ്റ് അരച്ചത് ചേർത്തതിന് ശേഷം പറ്റുന്നിടത്തോളം ആ ഗോതമ്പ് മാവിൽ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാൻ നോക്കാം. എന്നാലേ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ പരുവം അറിയാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ട് വെച്ചും പൂരി ഉണ്ടാക്കാം. എൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ബീട്രൂട്ട് വെച്ച് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചുവയുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പെരുംജീരകമൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ക്യാരറ്റ് മാത്രം ചേർത്താൽ മതി. അതിൻ്റെ ഒരു ചുവയൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ ചെറിയ ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയിട്ട് മാവ് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പൂരി കറക്റ്റായിട്ട് കിട്ടത്തില്ല. നമുക്ക് പരത്താനും ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെ അത് നന്നായി പൊങ്ങി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിനേക്കാളും ഒരല്പം കൂടി കട്ടിയുള്ള മാവായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളതിന് വ്യത്യാസം വരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ചും പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാരറ്റ്, ചില ക്യാരറ്റിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും, അതിനനുസരിച്ച് വ്യത്യാസം വരാം. ഇനി നിങ്ങൾ ക്യാരറ്റ് അരയ്ക്കാനായിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതനുസരിച്ചും വ്യത്യാസം വരാം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ കറക്റ്റ് അത്രയും ആദ്യം തന്നെ ഒഴിക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ പരുവം നോക്കി തന്നെ കുഴച്ചെടുക്കണം. മാവ് ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. ഈ മാവ് നമുക്കിനി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് തുടർച്ചയായിട്ട് കുഴച്ച് നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിക്കണം. ചപ്പാത്തി മാവ് പോലെ സോഫ്റ്റ് അല്ല, എന്നാൽ ഒരുപാട് കട്ടിയുമില്ല. നമ്മളിങ്ങനെ ഒരു ഉരുള എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ഇതുപോലെ അരിക്കണം. ഇതിനെ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ പൂരി തയ്യാറാക്കുന്നത്. അടച്ചു തന്നെ വെക്കണം, അല്ലെങ്കിൽ മാവിൻ്റെ മുകളിൽ കട്ടിയായി പോവും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം മുന്നേ റെഡിയാക്കി വെച്ച മാവാണ്. ഇനി പൂരി തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒന്നും കൂടി ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ പൂരിയുടെ മാവ് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയെടുക്കാം.
എപ്പോഴും നമ്മൾ ചെറിയ പൂരി ഉണ്ടാക്കുന്നതാണ് നല്ലത്, കാരണം പരത്തിയെടുക്കാൻ എളുപ്പമാണ്. എപ്പോഴും കുറച്ച് ചെറിയ പൂരി തയ്യാറാക്കുന്നതാണ് നല്ലത്, കാരണം അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പം എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ കനമായിരിക്കും. എന്നാൽ മാത്രമേ പൂരി കറക്റ്റായിട്ട് പൊങ്ങി വരത്തുള്ളൂ. പലരും പറയാറുണ്ട് 1-2 പൂരി നന്നായി പൊങ്ങി വന്നു, ബാക്കിയുള്ളതൊന്നും പൊങ്ങി വന്നില്ല എന്ന്. അതിൻ്റെ ഒരു കാരണം നമ്മൾ പരത്തുന്നത് ശരിയാവാത്തതുകൊണ്ടാണ്. എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ കനം തന്നെ ആയിരിക്കണം. പൂരി വലുതാവും തോറും നമുക്കങ്ങനെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മാവെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള മാവല്ലാത്തത് കൊണ്ട് കുറച്ച് പൊടിയേ വേണ്ടി വരുള്ളൂ ഇത് പരത്താൻ. ആദ്യം ഒരു ഉരുള എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക, എന്നിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പം നല്ലൊരു ഷേപ്പ് കിട്ടും. ഇനി കുറച്ച് ഗോതമ്പ് പൊടിയിൽ മുക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തണം, എന്നാലേ പൂരി നന്നായി പൊങ്ങി വരുള്ളൂ. കണ്ടോ, ഇതുപോലെ എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൂരിയും പരത്തിയെടുക്കാം. പിന്നെ ഇത് പരത്താൻ വേണ്ടിയിട്ട് പലരും ഗോതമ്പ് പൊടിക്ക് പകരം എണ്ണ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് എണ്ണയാണ് കൂടുതൽ സൗകര്യമെങ്കിൽ അത് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. എനിക്ക് പക്ഷേ ഗോതമ്പ് പൊടിയാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്. പക്ഷെ ഒരുപാട് ഗോതമ്പ് പൊടി ഈ പൂരി പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാതെ നോക്കണം. കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അതങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി, കാരണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ ആ പൊടിയെല്ലാം എണ്ണയിൽ കിടന്നിങ്ങനെ കരിയാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് കുറച്ച് പൊടി ചേർത്ത് പരത്താൻ നോക്കുക. അപ്പോൾ പൂരിയെല്ലാം ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പൂരി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ പൂരി ഇടാവുള്ളൂ, എന്നാലേ അത് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. പൂരി ഇട്ട ഉടനെ തന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കാം. അപ്പോൾ നന്നായി ഇതുപോലെ പൊങ്ങി വരും. ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. എണ്ണയുടെ ചൂട് ഒരിക്കലും ഒരുപാട് കുറഞ്ഞു പോകരുത്. ഒത്തിരി സമയം എണ്ണയിൽ കിടന്നാൽ അത് ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടിലിട്ടിട്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പൂരി റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൂരിയും ഫ്രൈ ചെയ്തെടുക്കാം. ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ പൂരിയൊക്കെ ഇടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒറ്റ ബബിളായിട്ട് പൊങ്ങി വരണം എന്നില്ല. അതാ എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് കറക്റ്റായി വരാനെടുക്കുന്നൊരു സമയം കൊണ്ടാണ്. പക്ഷെ രണ്ടാമത്തെ പൂരിയൊക്കെ ഇടുന്ന സമയത്ത് അത് കറക്റ്റായി കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പൂരിയൊക്കെ ഏകദേശം ഫ്രൈ ചെയ്ത് കഴിയാറായി. ഇത് നമുക്ക് സാധാരണ നമ്മൾ പൂരിയുടെ കൂടെ തയ്യാറാക്കുന്ന ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടല്ലോ, അത് കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ആവശ്യത്തിന് ക്രിസ്പി ആയിട്ട് എന്നാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന പൂരിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.